അതുകൊണ്ട് മനസ്സിന് കുളിർമയുണ്ടായിട്ട് അയാളെടുക്കുന്ന തീരുമാനങ്ങൾ മിക്കവാറും ഭദ്രമായിരിക്കും. അത് ഉറച്ച ഫലങ്ങൾ തരാൻ സഹായിക്കും. അതിന് നമ്മൾ പരിഹാര മാർഗത്തിലായിട്ട് പറയുന്ന സമയത്ത് ശിവക്ഷേത്രങ്ങളിൽ ജലധാര നടത്താൻ പറയും. അവിടെ 101 കുടവും ധാരയോ 1000 കുടം ധാരയോ ഒക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ എല്ലാം ശരീരത്തിൽ കൂടെ അതിൻ്റെ വേവ്സ് കടന്നു പോകുന്നുണ്ട്. പക്ഷെ നമ്മളാരും അറിയുന്ന പോലുമില്ല. പക്ഷെ നമ്മളുടെ TV-യിൽ നമുക്ക് എപ്പോൾ വെച്ചാലും ആ ചാനൽ കിട്ടിക്കൊള്ളുന്നില്ല. പക്ഷെ ഒന്ന് ചാനലൈസ് ചെയ്ത് ട്യൂൺ ചെയ്തെടുക്കണം നമ്മൾ. അപ്പോഴത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ജയശങ്കർ സർ, ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് ഈ പ്രപഞ്ചവുമായിട്ടുള്ള ഒരു തുലനത നോക്കണം എന്ന് പറയാറുണ്ട്. അത് ജ്യോതിഷത്തിലൂടെ ഒരു പരിധി വരെ സാധ്യമല്ലേ? തീർച്ചയായിട്ടും. പ്രപഞ്ചത്തിൻ്റെ ചലനത്തിനൊരു താളമുണ്ട്. ആ താളം കണ്ടെത്തി ആ താളത്തിനനുസരിച്ച് നമ്മൾ മാറുക എന്ന് ചെയ്യുന്നതാണ് ആ തുലനം ചെയ്യാനുള്ള മാർഗം. നമുക്ക് അറിയാം, ഇപ്പം ഒരു റേഡിയോ ഒരു TV സംപ്രേഷണം എന്ന് പറയുന്നത് ആ ഫോക്കൽ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ നമുക്കത് കാണാൻ കഴിയുള്ളൂ, കേൾക്കാൻ കഴിയുള്ളൂ. നമ്മളുടെ എല്ലാം ശരീരത്തിൽ കൂടെ അതിൻ്റെ വേവ്സ് കടന്നു പോകുന്നുണ്ട്. പക്ഷെ നമ്മളാരും അറിയുന്ന പോലുമില്ല. പക്ഷെ നമ്മളുടെ TV-യിൽ നമുക്ക് എപ്പോൾ വെച്ചാലും ആ ചാനൽ കിട്ടിക്കൊള്ളുന്നില്ല. പക്ഷെ ഒന്ന് ചാനലൈസ് ചെയ്ത് ട്യൂൺ ചെയ്തെടുക്കണം നമ്മൾ. അപ്പോഴത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അതേപോലെ നമ്മളെ പ്രപഞ്ചത്തിൻ്റെ ചലനവുമായിട്ട് ട്യൂൺ ചെയ്തെടുക്കണം. അപ്പോഴേ നമുക്ക് ആ താളത്തിനനുസരിച്ചുള്ള ജീവിതം ആവുള്ളൂ, സാധ്യമാവുള്ളൂ. അതിനെ ജ്യോതിഷം എന്ന് പറയുന്ന മാർഗം ഉപയോഗിക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമുക്ക് സൂര്യൻ ഇത്ര മണിക്ക് ഉദിക്കും, ഇത്ര മണിക്ക് അസ്തമിക്കും, ഇത്ര മണിക്ക് ഉച്ചസ്ഥായി ആയിരിക്കും എന്നറിയാമെന്നുണ്ടെങ്കിൽ നമ്മൾ നട്ടുച്ച വെയിലത്ത് പുറത്തിറങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കാൻ പറ്റും. ഈ നട്ടുച്ച വെയിലത്ത് നമ്മൾ പുറത്തിറങ്ങിയാണെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് അൾട്രാവയലറ്റ് രശ്മികൾ, അതെ, അതിനുള്ള കാര്യങ്ങളൊക്കെ കാരണങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പം അതുകൊണ്ട് നമ്മൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ആ സമയം പുറത്തു പോകാതിരിക്കുക എന്നൊക്കെ പറയുന്ന കാര്യം. അതേപോലെ തന്നെ രാവിലെ സമയത്ത് സൂര്യന് ഉദിച്ചു വരുന്ന സമയത്തുള്ള ചുമന്ന നിറം നമുക്ക് വളരെ ആകർഷണീയമാണ്. ആ സമയത്ത് സൂര്യനെ നോക്കി വന്ദിക്കാൻ നമുക്ക് എളുപ്പമാണ്. കുറച്ച് കഴിഞ്ഞാൽ സൂര്യൻ സ്വർണ്ണ നിറം ആകും. ആ സ്വർണ്ണ നിറം ആയിക്കഴിയുന്ന സമയത്ത് നമുക്ക് നോക്കാൻ പറ്റും, ആകർഷണീയമാണ്. പക്ഷെ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും നമുക്ക് നെറ്റി ചൂടായി തുടങ്ങും. അതുകൊണ്ട് അധികം നേരം അങ്ങനെ നിൽക്കാൻ കഴിയില്ല. ഉദയ സൂര്യനാണെങ്കിൽ നമുക്ക് എത്ര നേരം വേണമെങ്കിൽ നോക്കി നിൽക്കാം. പക്ഷെ സ്വർണ്ണ നിറമായി കഴിഞ്ഞാൽ അത് പറ്റില്ല. വെളുത്ത നിറമായി കഴിഞ്ഞാലോ നമുക്ക് നോക്കാനേ പറ്റില്ല. നോക്കിയാൽ ആ കണ്ണിന് കേട് വരാനുള്ള സാധ്യതകളും ഒക്കെ കൂടും. അതുകൊണ്ട് ആ താളം, സൂര്യൻ്റെ സഞ്ചാരത്തിൻ്റെ താളം നമ്മൾ മനസ്സിലാക്കി പെരുമാറിയാൽ നമുക്ക് സൂര്യതാപം ഏൽക്കാതെ ജീവിക്കാൻ കഴിയും. അതേപോലെ തന്നെ ചന്ദ്രൻ്റെ കാര്യം, ചന്ദ്രൻ പൗർണമിക്ക് നല്ല നിലാവുണ്ടാകും. ആ സമയത്ത് നമ്മൾ പുറത്തിറങ്ങിയിരുന്നുണ്ടെങ്കിൽ നമുക്ക് കുടുംബജീവിതത്തിനൊക്കെ വളരെ സന്തോഷം പകരുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് നിലാവിനെ പ്രേമത്തിൻ്റെ അംശമായിട്ട് കണക്കാക്കുന്നത്. കുടുംബ ബന്ധം ഉറയ്ക്കാൻ വേണ്ടിയിട്ട് ആ നിലാവത്തുണ്ടാകുന്ന ചെറിയ കുളിർമയുള്ള ആ പ്രകാശം, അതൊക്കെ വളരെ സഹായിക്കും. അപ്പോൾ പൗർണമി എന്നാന്ന് അറിയണം, അത് ജ്യോതിഷത്തിലൂടെ കൊണ്ടുവരുത്തണം. അങ്ങനെ ഓരോന്നും നമുക്ക് ആ താളം ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ് പരിഹാരങ്ങൾ കുറിച്ച് ചെയ്യുക. സൂര്യൻ്റെ ചൂട് കൂടുതലാണ് എന്ന് കണ്ടാൽ നമ്മൾ എന്താ ചെയ്യുക? 3-4 പ്രാവശ്യം കുളിക്കുന്ന ശീലം ഉണ്ടാക്കും. 3-4 പ്രാവശ്യം കുളിക്കുന്ന സമയത്ത് തലയിൽ വെള്ളം കൂടുതൽ വീഴുമ്പോൾ തല പെട്ടെന്ന് ചൂടാവില്ല. അതിന് നമ്മൾ പരിഹാര മാർഗത്തിലായിട്ട് പറയുന്ന സമയത്ത് ശിവക്ഷേത്രങ്ങളിൽ ജലധാര നടത്താൻ പറയും. അവിടെ 101 കുടവും ധാരയോ 1000 കുടം ധാരയോ ഒക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ അത്രയും വെള്ളം പ്രകൃതിയെ തണുപ്പിക്കും. ശിവക്ഷേത്രത്തിൽ ചെയ്യുമ്പോൾ പ്രകൃതിക്ക് മൊത്തം ആ തണുപ്പ് ബാധിക്കും. പ്രകൃതിക്ക് മൊത്തം ബാധിക്കുമ്പോൾ നമുക്കും അത് ബാധിക്കും. ആ തണുപ്പ് നമുക്ക് അനുഭവപ്പെടും. നമ്മൾ ഒരാളുടെ പേരിൽ 1000 കുടം ധാര നടത്തി എന്ന് വിചാരിക്കുക.
ആ ആൾക്ക് മനസ്സിന് നല്ല കുളിർമ ഉണ്ടാകും. അതുകൊണ്ട് മനസ്സിന് കുളിർമ ഉണ്ടായിട്ട് അയാൾ എടുക്കുന്ന തീരുമാനങ്ങൾ മിക്കവാറും ഭദ്രമായിരിക്കും. അത് ഉറച്ച ഫലങ്ങൾ തരാൻ സഹായിക്കും, നല്ല ഫലങ്ങൾ തരാനായിട്ട് സഹായിക്കും. ഇതേപോലെ ഓരോ ഗ്രഹങ്ങളുടെയും നോക്കിയിട്ട് നമുക്ക് പരിഹാരം. ഋതുക്കൾ, ഓരോ ഋതുക്കൾ ഇങ്ങനെ മാറി മാറി വരുമ്പോൾ അതിനനുസരിച്ച് ഇതിന് മാറ്റം ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും. അതിനനുസരിച്ച് നമുക്ക് ആ ഋതുക്കളുടെ മാറ്റം പോലും നമ്മൾ കണ്ടെത്തണം. എങ്ങനെയാ? നമ്മള് ജ്യോതിഷം നോക്കിയിട്ടാണ്, ജ്യോതിഷത്തിന്റെ ഗ്രഹങ്ങളിൽ ഇത് വെച്ചുകൊണ്ടാണ് കണക്കാക്കുന്നത്. പണ്ട് പറയായിരുന്നു, ജ്യോതിഷത്തെ പഴിപ്പവർ ഗ്രഹണത്തെ പാർത്തില്. സൂര്യഗ്രഹണം ചന്ദ്രഗ്രഹണം നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം ജ്യോതിഷം പഴിക്കപ്പെടേണ്ടുന്ന ഒന്നാണോ എന്ന്. അതെപ്പോഴാണ് സംഭവിക്കുക നേരത്തെ കൂട്ടി കണക്കാക്കി വെക്കുന്നത് ജ്യോതിഷത്തിന് സാധിക്കും. അങ്ങനെ അത് കണക്കാക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ മാറ്റങ്ങൾ വരുത്തുക, അത് ജ്യോതിഷത്തിന്റെ രീതി. ഇപ്പോൾ ശുഭകാര്യങ്ങൾ ചെയ്യാൻ ഒരു വ്യക്തി എടുക്കേണ്ട മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ ശുഭകാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ ഒരിക്കൽ സൂചിപ്പിച്ചു, പരോപകാരമേ പുണ്യം പാപമേ പരപീഡനം. ഒരാളെ സഹായിക്കാൻ ഉദ്ദേശിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ ശുഭകാര്യമാണ്. ഒരാളെ ഉപദ്രവിക്കാൻ കരുതി ചെയ്യുന്ന കാര്യങ്ങൾ പാപമാണ്, അത് അശുഭകാര്യമാണ്. അപ്പൊ ശുഭകാര്യങ്ങൾ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലത് ചെയ്യാന്നാണ് അർത്ഥം. മറ്റുള്ളവർക്കൊക്കെ നന്മ ഉണ്ടാകാൻ വേണ്ടി കണക്കാക്കി പ്രാർത്ഥിക്കുക, അത് ശുഭകാര്യങ്ങൾ. ലോകാസമസ്ത സുഖിനോ ഭവന്തു, ലോകം മുഴുവൻ സുഖമായിട്ടിരിക്കണം എന്ന് പറയുന്നത്. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്ത ന്യായേണ മാർഗേണ മഹീമഹീശ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാസമസ്ത സുഖിനോ ഭവന്തു. എല്ലാവർക്കും സ്വസ്ഥത ഉണ്ടാകട്ടെ എന്നാണ് നമ്മളതിൽ പ്രാർത്ഥിക്കുന്നത്. അതേപോലെ ശുഭകാര്യങ്ങൾ ഏത് ചെയ്യുമ്പോഴും അത് മറ്റുള്ളവർക്ക് സഹായമായിട്ട് എന്നും നമ്മൾ പ്രാർത്ഥിച്ചാൽ അത് നമുക്കും സഹായമായിട്ട് മാറും. ഒരു സമൂഹം നന്നായിട്ടുണ്ടെങ്കിൽ നമ്മളും നന്നാവും. അതുപോലെ ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയുകയാണ്. ഇപ്പോൾ ഒരാളൊരു ലൈഫിലത്തെ ഏറ്റവും വലിയ ഒരു ടേണിംഗ് പോയിന്റ് പോലെ ഒരാളൊരു ബിസിനസ് തുടങ്ങാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് പ്രിപ്പറേഷൻസ് എടുക്കുന്നു. അപ്പോൾ അതിൽ ഒരു ജ്യോതിഷനെ സമീപിച്ചു കഴിയുമ്പോൾ അത് തുടങ്ങേണ്ട സമയവും അല്ല ഇത് സക്സസ് ആകുമോ ഇല്ലയോ എന്നൊക്കെ അദ്ദേഹത്തിന് സഹായിക്കാൻ സാധിക്കില്ല. തീർച്ചയായിട്ടും. അത് നല്ല മുഹൂർത്തം നോക്കി തീരുമാനം എടുക്കുക, നല്ല മുഹൂർത്തം നോക്കി കാര്യങ്ങൾ ചെയ്യുക. ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ ഫലപ്രാപ്തി ഉണ്ടാകും. അതുകൊണ്ട് സമയം എന്ന് പറയുന്നതിന് വളരെ പ്രാധാന്യമുണ്ട്. ഏതൊരു കാര്യത്തിനും അങ്ങനെയാണ്. നമ്മൾ ഒരു പത്രം എടുത്ത് വായിക്കുകയാണെങ്കിൽ, ഇപ്പം ഒന്നും അങ്ങനെ പതിവില്ല, പക്ഷെ പണ്ടൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരു പത്രം എടുത്തിട്ടുണ്ടെങ്കിൽ ആദ്യം വായിക്കുന്ന ഹെഡിങ് കഴിഞ്ഞാൽ ആദ്യം വായിക്കുക കൊച്ചി ജനുവരി 29, ആ ഡേറ്റും വെച്ചുകൊണ്ടാണ്. അപ്പം സമയത്തിന് പ്രാധാന്യം കൊടുത്തിട്ടാണ്, സ്ഥലത്തിനും സമയത്തിനും പ്രാധാന്യം കൊടുത്താണ് വാർത്തകൾ പ്രസിദ്ധീകരിച്ചിരുന്നത്. അത് നമുക്ക് താല്പര്യം അങ്ങനെയല്ലേ വരിക. ഇപ്പൊ ഒരു ലോറി അടിച്ച ഒരാൾ മരിച്ചു, എവിടെയാണ് നമ്മൾ ആദ്യം നോക്കുക? അത് അമേരിക്കയിലാണെങ്കിൽ നമുക്ക് വാർത്തയേ അല്ല. നേരെ മറിച്ച് കേരളത്തിലാണെങ്കിൽ കേരളത്തിൽ എവിടെയാണെന്ന് നമ്മൾ നോക്കും. നമ്മളുടെ ദേശമെങ്ങാനും ആണെങ്കിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കും, നമ്മൾ അറിയുന്നവരാണോ, നമ്മളുടെ വീട്ടിൽ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ പിന്നെ പറയണ്ട. അത് നമ്മളെപ്പോഴും ആ സ്ഥലത്തിന് പ്രാധാന്യം കൊടുക്കും. ജ്യോതിഷത്തിലും ആ സ്ഥലത്തിന് പ്രാധാന്യം കൊടുക്കണം. വ്യക്തിയുടെ സ്ഥലം, സ്ഥലത്തിനും സമയത്തിനും പ്രാധാന്യം കൊടുക്കണം. സ്ഥലത്തിന്റെയും സമയത്തിന്റെയും അനുസരിച്ചുള്ള മാറ്റങ്ങൾ വരാം. ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ദേശാചാരം, കുലാചാരം, കാലം ഇതെല്ലാം കണക്കാക്കി വേണം ചെയ്യാനായിട്ട്. അപ്പൊ അതിനൊക്കെ ഈ ജ്യോതിഷത്തിൽ മുഹൂർത്തം നോക്കുന്നത് നന്നായിരിക്കും എപ്പോഴും. മുഹൂർത്തം അപ്പൊ ഇതൊക്കെ ഈ ഒരു പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സൈക്കിളാണ്. അതെ, പ്രകൃതിയുടെ താളം നമ്മൾ മനസ്സിലാക്കി ആ താളത്തിനനുസരിച്ച് ജീവിക്കുക, അതാണ്. അതെ, നന്ദി സർ. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. സമ്പൂർണ്ണ ജാതകം, സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.